Violence, violence, violence. Violence, violence, violence. I don't like it. I avoid. But violence likes me. കോടിവാരിപ്പടങ്ങളിൽ ഒന്നായ KGF എന്ന സിനിമയിലെ ഹിറ്റായ ആ ഡയലോഗാണിത്. ആ സിനിമ മുഴുവൻ അത് ശരിവയ്ക്കുന്ന കാഴ്ചകൾ മാത്രമാണ് താനും. പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയ ശതകോടികൾ സ്വന്തമാക്കിയ സിനിമകളൊക്കെ ഒന്നെടുത്തു നോക്കിയാൽ അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന ഘടകം എക്സ്ട്രീം വയലൻസ് തന്നെയാണ്. KGF, പുഷ്പ, വിക്രം, ജയിലർ, ഈ അടുത്തിടയ്ക്കിറങ്ങിയ ലിയോ, അങ്ങനെ പോകുന്നു ആ സിനിമകളുടെ നീണ്ട നിര. കഴിഞ്ഞ ലോക്ക്ഡൗണിന് ശേഷം സിനിമാ ലോകത്തുണ്ടായ ഒരു വലിയ ട്രെൻഡാണ് സിനിമ വിജയിക്കണമെങ്കിൽ അതിലാവശ്യത്തിലേറെ വയലൻസ് അവതരിപ്പിച്ചിട്ടുണ്ടാവണം എന്നത്. അങ്ങനെയല്ലാത്ത സിനിമകൾ ഒക്കെ വളരെ നിസ്സാരമായ ലാഭം മാത്രമുണ്ടാക്കി കടന്നു പോകുന്നതും കാണാം. സിനിമ ഇറക്കുന്നവർക്ക് അതൊരു ബിസിനസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന രംഗങ്ങൾ കൂടുതൽ സൃഷ്ടിച്ചു വെച്ചാണ് അവർ ഓരോ സിനിമയും ഇറക്കുന്നത്. പക്ഷെ അതുണ്ടാക്കി വയ്ക്കുന്ന വളരെ അപകടകരമായ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് വരെ ഒരു നല്ല സിനിമ എന്നാൽ ഒരു നല്ല ജീവിതബന്ധിയായ കഥയുള്ള സിനിമ എന്നതായിരുന്നു അതിൻ്റെ അർത്ഥം. അന്നത്തെ സിനിമകളെടുത്ത് നോക്കിയാൽ കാണാം, അതിനുള്ളിലെല്ലാം നന്മയുള്ള ഒരു നായകനും തിന്മ ചെയ്യുന്ന ഒരു പ്രതിനായകനും ഒടുവിൽ നന്മ തിന്മയെ ജയിക്കുന്നതുമാണ് അതിൻ്റെ ഇതിവൃത്തം. എന്നാൽ ഇന്നത്തെ ഹിറ്റ് സിനിമകളിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും തന്നെയില്ല. നായകനും പ്രതിനായകനും മനുഷ്യനെ കൊല്ലാൻ, അത് മൃഗീയമായി കൊല്ലാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതും അതിന് കൈയടിക്കുന്നതും. KGF എന്ന സിനിമ എടുക്കുക. അതിൽ നടക്കുന്നത് എന്താണ്? നായകൻ കാണുന്നവരെയൊക്കെ കൊന്നു തള്ളുന്നു. പ്രതിനായകന്മാർ ഓരോരുത്തരായി വന്ന് അതുപോലെ അനേകരെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും നോക്കുക, വിക്രം എന്ന സിനിമയിൽ നായകൻ കൊല്ലുന്നവരുടെ എണ്ണത്തിന് ഒരു കയ്യും കണക്കുമൊന്നുമില്ല. ജയിലർ എന്ന സിനിമയിൽ നായകനും കൂട്ടാളികളുമൊക്കെ കൊലപാതകത്തിൽ ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. വില്ലനും നായകനും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് പോലും തിരിച്ചറിയാനാവാതെയാണ് ജയിലർ എന്ന സിനിമ അവസാനിക്കുന്നതെങ്കിൽ ഈ അടുത്തിടയ്ക്കിറങ്ങിയ ലിയോ എന്ന സിനിമ അതിലേറെ വില്ലനായ ഒരു നായകനെ അവതരിപ്പിക്കുകയാണ്. സ്വന്തം ഭാര്യയുടെ കാല് പിടിച്ച് ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല എന്നും ഞാൻ കൊലപാതകിയായ അധോലോക നായകനല്ല എന്നും പറയുന്ന അതേ നായകൻ തന്നെ അയാൾ പറയുന്നത് കള്ളമാണെന്ന് സിനിമയുടെ അവസാനം തെളിയിക്കുകയാണ്. കൊന്നാൽ മാത്രം പോരാ, ആ കൊലപാതകം എത്ര ക്രൂരമാകുന്നുവോ അവരൊക്കെയാണ് ഇന്ന് യുവജനങ്ങളുടെ ആരാധനാമൂർത്തികൾ. മുമ്പിൽ വരുന്നവൻ്റെ കഴുത്ത് വെട്ടി അവനെ തുണ്ടം തുടവാക്കുന്ന റോളക്സ് എന്ന കഥാപാത്രം ആഘോഷിക്കപ്പെടുമ്പോൾ ഒറ്റയടി കൊണ്ട് 2 പേരുടെ തല തല്ലിപ്പൊളിച്ച മാസ് കാട്ടുന്ന അധോലോക നായകൻ മാത്യുവിനെ കണ്ട് പരിസരം മറന്ന് കുട്ടികളും യുവാക്കളും തുള്ളിച്ചാടുമ്പോൾ, മനുഷ്യനെ ജീവനോടെ ആസിഡ് തലകീഴായി ഇറക്കി കൊന്നു രസിക്കുന്ന വില്ലനെ കണ്ട് ജനം ആർത്തു വിളിക്കുമ്പോൾ അതൊരു ഇഷ്ടതാരത്തോടുള്ള ആവേശം കൊണ്ടുള്ള തുള്ളിച്ചാട്ടം മാത്രമല്ല എന്നും, ചോര ചിതറിത്തെറിക്കുമ്പോൾ ഉന്മാദം കൊള്ളുന്ന കാപാലിക മനസ്സിൻ്റെ ഉടമകളായി നമ്മളൊക്കെ അറിയാതെ മാറുന്നുണ്ടോ എന്നതാണ് കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ചോദ്യം. കൊലപാതക വാർത്തകൾ കേട്ട് കേട്ട് നമ്മുടെ മനസ്സ് പോലും അതിനെ സാധാരണമായി കണ്ടുതുടങ്ങിയിരിക്കുന്നു. ആര് മരിച്ചു എന്നതിനേക്കാൾ എങ്ങനെയാണ് കൊന്നത് എന്നതിൻ്റെ ആകാംക്ഷയിലേക്ക് നമ്മുടെ വാർത്താ അവലോകനങ്ങളും അന്തിച്ചർച്ചകളും കണ്ണുതിരിക്കുന്ന കാലം കൂടിയാണിത്. ഇത്തരത്തിലുള്ള കിരാതമായ ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ ഈ പുതിയ തലമുറയെ എത്തിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം PUBG പോലെയുള്ള മൊബൈൽ ഗെയിമുകളാണ് എന്ന് പറയേണ്ടി വരും. വെറും ഗെയിമുകളായി നമ്മൾ തള്ളിക്കളഞ്ഞ അവയൊക്കെ നമ്മുടെ ഇളം തലമുറയെ അവർ പോലും അറിയാതെ ചോര കണ്ടറപ്പ് തീരുന്ന ഒരു സമൂഹമായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു എന്ന് നാം തിരിച്ചറിയണം.
എതിരാളിയെ കൊന്നൊടുക്കുന്നതാണ് ജയിക്കാനുള്ള ഏക വഴിയെന്ന് കാണിച്ചുകൊണ്ട് തോക്കെടുത്ത് നിറയൊഴിക്കുമ്പോൾ രക്തം ചിന്തി മരിച്ചു വീഴുന്നവരെ ജീവൻ പോകുവോളം നിറയൊഴിച്ചുകൊണ്ടേയിരിക്കാനും കയ്യിൽ കിട്ടുന്നതെന്തും എതിരെ വരുന്നവൻ്റെ ജീവനെടുക്കാനുള്ള ആയുധമാക്കാനുമൊക്കെ പരിശീലിപ്പിച്ചത് ആ ഗെയിമുകൾ തന്നെയാണ് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ? എന്തുകൊണ്ടാണ് ഒരു മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും നടത്താത്തത്? സിനിമയെ സിനിമയായി കാണണം ഇഷ്ട എന്ന പതിവ് ഡയലോഗ് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചിരിച്ചു തള്ളി കടന്നു പോകാം. പക്ഷേ അതങ്ങനെയല്ല എന്ന് റോഡിലെ അപകട കാഴ്ചകൾക്ക് ചുറ്റും മൊബൈൽ ഫോണുമായി ചിത്രമെടുക്കാൻ മത്സരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൊട്ടേഷൻ സംഘങ്ങൾ മനുഷ്യൻ്റെ കയ്യും കാലും വെട്ടാൻ മൃഗങ്ങളെ വെട്ടിക്കൊന്ന് പരിശീലിക്കുമെന്ന് പത്രത്തിലെവിടെയോ പണ്ട് വായിച്ചു തോർക്കുന്നുണ്ട്. ഇന്ന് അതിനുള്ള ട്രെയിനിങ് എല്ലാവർക്കും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലുള്ള മൊബൈൽ തുറന്നു വയ്ക്കുന്ന മറയില്ലാത്ത, സെൻസർ ചെയ്യാത്ത അക്രമങ്ങളുടെ നേർക്കാഴ്ചയായ സിനിമകൾ വഴി അറിഞ്ഞോ അറിയാതെയോ സോഷ്യൽ മീഡിയയിലൂടെയും ടി വിയിലൂടെയും പത്രങ്ങളിലൂടെയും പങ്കുവയ്ക്കപ്പെടുന്ന തിന്മയുടെ വാർത്തകൾ വഴി കൊച്ചുകുട്ടികളിൽ പോലും അക്രമവാസനകളും കൊലപാതക ചിന്തകളും 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാർ തമ്മിൽ കാരുണ്യമില്ലാതെ തല്ലിക്കൊല്ലാൻ മത്സരിക്കുന്നത് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടികളുടെ വീഡിയോ ഈ അടുത്തിടയ്ക്ക് കണ്ടതോർക്കുന്നു. ആഘോഷിക്കപ്പെടുന്നതൊക്കെ തിന്മയാണ്. നന്മയെ മറന്നു കഴിഞ്ഞു മനുഷ്യൻ. നന്മ കേൾക്കാനോ കാണാനോ ആരുമില്ല, പ്രഘോഷിക്കാൻ ആരുമില്ല. എല്ലാവർക്കും തിന്മ മതി. അതിനോടാണ് ആകർഷണം അധികവും. പത്രവാർത്തകൾ എടുത്ത് നോക്കിയാൽ പേജുകളിലെങ്ങും തിന്മയുടെ വാർത്തകളല്ലാതെ ഒന്നും നമുക്ക് കാണാനില്ലെന്ന്. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാനായി നന്മയുടെ ഉള്ളിൽ പോലും തിന്മ ചെയ്യുന്ന മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുന്നത് ഈ ലോകത്തെ മാറ്റിമറിക്കാമെന്ന ഒരു വ്യാമോഹം കൊണ്ടൊന്നുമല്ല. പിന്നെ എന്തിനാണെന്നല്ലേ? ഒരു ഓർമ്മപ്പെടുത്തലിന്. തിന്മയുടെ ഈ ആഘോഷങ്ങളുടെ നടുവിൽ നമ്മുടെ ഉള്ളിലെ ഇനിയും കെടാത്ത നന്മയുടെ നെരിപ്പോടുകൾ അണഞ്ഞു പോകാതിരിക്കാൻ ജാഗ്രതയുള്ളവരാകണമെന്ന് ഒന്ന് പറഞ്ഞു വയ്ക്കാം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനെപ്പോലും മറ്റാരോ നിയന്ത്രിക്കുന്ന ഒരു കെട്ട കാലത്തിൻ്റെ കൂടെ നടക്കുന്നവരാണ് നമ്മളെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താൻ. എല്ലാറ്റിനുമുപരി നമ്മുടെ പൂർവികന്മാർ തലമുറകളായി കൈമാറിത്തന്ന ദൈവവിശ്വാസത്തിൻ്റെ കോട്ടകൾ കൂടുതൽ ശക്തമായി കെട്ടിയുയർത്തണമെന്ന് ഒരിക്കൽ കൂടി ഒന്ന് എടുത്തു പറയാൻ. അല്ലെങ്കിൽ മനുഷ്യച്ചോരയുടെ മണം മത്ത് പിടിപ്പിക്കുന്ന ഒരു തലമുറ ലോകത്തിൽ കൂടുതൽ ശക്തമായി വളർന്നുകൊണ്ടേയിരിക്കും. ആ പേമാരിയിൽ എല്ലാം കടപുഴകും. ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അവയെല്ലാം ചിതറിപ്പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഓർമ്മപ്പെടുത്തലുകളുമായി വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.